പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ആസൂത്രിതമായ ഒരു സ്ഫോടനം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഹൈ അലർട്ടിലാണ് അയോധ്യ. മുംബൈയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിലെ കൂടിയാലോചനകൾക്ക് ശേഷം ഇപ്പോൾ മോദി അമിത്ഷാ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം കിട്ടുകയാണ്. IED ബ്ലാസ്റ്റ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം വൈകുവാൻ സാധ്യതയില്ല. നിരവധി ശരീരാവശിഷ്ടങ്ങൾ പലയിടത്തും കിടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. 8 മരണമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ഡൽഹി പോലീസും പറയുന്നത് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ എത്ര എന്ന സ്ഥിരീകരണം വന്നിട്ടില്ല. ഭീകരാക്രമണം, ആസൂത്രിതമായ ആക്രമണം എന്ന സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മനു, എന്താണ് മറ്റു വിവരങ്ങൾ? ഈ അമോണിയം നൈട്രേറ്റ് സ്ഥലത്തുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഫോറൻസിക് ആണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തുന്നത്. NST ആ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസുമായി കൂടിയാലോചനകൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽച്ച പറയുന്നത് ഇത് 6:52 ആണ് അപകടം ഉണ്ടായത്. വാഹനങ്ങൾ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വാഹനത്തിൽ നിന്നാണ് ഇങ്ങനെ സ്ഫോടനം ഉണ്ടായത്. സമീപ പ്രദേശത്തുള്ള ആളുകൾ എല്ലാം തന്നെ ഇത് ഒരു വാഹനം പൊട്ടിത്തെറിച്ചതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഇത് ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഉഗ്ര ശബ്ദമായിരുന്നു അവിടെ നിന്ന് ഉണ്ടായത് എന്ന് പറയുന്നു. സമീപത്തുള്ള കടകളുടെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെയൊക്കെ ചില്ലുകൾ തകർന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെയെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ജാഗ്രത പുലർത്താനും സീനിയർ ഉദ്യോഗസ്ഥർ ഗ്രൗണ്ട് സീറോയിൽ വരണം, രംഗത്തിറങ്ങണം എന്ന ആവശ്യം വന്നിരിക്കുന്നു. ഉത്തർപ്രദേശിൽ, ബോംബെയിൽ, ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഒഡീഷയിൽ അവിടെ നിന്ന് വരുന്ന വിവരമനുസരിച്ച് സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നു. IG-മാർ എല്ലാവരും ഹൈ അലേർട്ടിൽ നിൽക്കണം, സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം, റെയിൽവേ സ്റ്റേഷനുകളിൽ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം, സ്ട്രിക്റ്റ് വിജിലൻസ് ഉണ്ടായിരിക്കണം, ബാരിക്കേഡുകൾ വെക്കണം, പലയിടത്തും പരിശോധന നടത്തണം, സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് നടത്തണം. ഇപ്പോൾ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അവിടെ വളരെ ശക്തമായ കാവലേർപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു. ജഗന്നാഥ ടെമ്പിൾ, അതുപോലെ ബഡാധണ്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ ഹൈ അലർട്ട് സെക്യൂരിറ്റി നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടുകൂടി ടൂറിസ്റ്റുകൾ പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നോക്കിയിരിക്കുന്നു. അവിടെ ഒരു ഹൈ അലർട്ടായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കടൽ തീരമുള്ള സ്ഥലങ്ങളിൽ ഹൈ അലർട്ട് വേണം എന്ന നിർദ്ദേശം പല സംസ്ഥാനങ്ങളും നൽകുന്നു. കാരണം ഈ തീരപ്രദേശങ്ങളിൽ ആളുകൾ ഇനി സായാഹ്നത്ത് പോയിരിക്കാൻ, വൈകുന്നേരങ്ങളിൽ ഒക്കെ രാത്രിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലെല്ലാം പോലീസിൻ്റെ ഒരു പരിശോധന വേണം. എല്ലായിടത്തും റെഗുലർ ബാരിക്കേഡുകളും ഒരു വാഹനവും പരിശോധിക്കാതെ പോകാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതൊരു സാധാരണ CNG എൻജിൻ പൊട്ടിത്തെറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ആളുകളെ സമാധാനിപ്പിക്കാനുള്ളൊരു ശ്രമമായിരിക്കണം നടത്തിയിട്ടുണ്ടാകുക. കാരണം പരിഭ്രാന്തരായിരുന്ന ആളുകൾ ये बता पाना ट्रस्ट मी मेरे लिए अभी पॉसिबल नहीं है. मैंने अभी बस देखा वहाँ पे, मैंने अभी बात की, हमारी सीनियर से बात हुई. हमारे स्टाफ को बुलाया गया है अभी बहुत सारे स्टाफ को मैं नंबर नहीं बता सकता. बहुत सारे स्टाफ को बुलाया गया और हम सबको अलर्ट पे रखा गया कि कभी भी आपको कॉल आ सकता है और आपको उस हिसाब से रेडी रहना है. घायल तो यहाँ पे 30 से ज़्यादा ही है. बाकी अभी देखते हैं कितना क्या चल रहा है. ये मैं 10 के ऊपर है. बाकी अभी मैं ഡോക്ടറുടെ പ്രതികരണമാണ് കണ്ടത്. നിരവധി പേർക്ക്, ഏതാണ്ട് 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്ന വിവരം. എന്തായാലും IED ബ്ലാസ്റ്റ് ആണ് എന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഇത് തന്നെയാണ്, ഈ രീതിയിലുള്ള സ്ഫോടനമാണ് നടന്നിട്ടുള്ളത് എന്ന രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരവും കിട്ടുന്നു. അതീവ ജാഗ്രത ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും, രാജ്യത്ത് പലയിടങ്ങളിലുമുണ്ട്. There are so many patients inside. At least 10 are dead and there are 30 plus patients injured who are not in
proper position to get recovered. So we are trying our best to rescue the patient. Please, I am getting late. Please. जी हाँ बिल्कुल, सारे डॉक्टर्स और सारे जो स्टाफ को रखे। अभी आप अंदर गए थे, कितने इंजर्ड हैं, कितने ये बता पाना ट्रस्ट में मेरे लिए अभी पॉसिबल नहीं है। मैंने अभी बस देखा वहाँ पे, मैंने अभी बात की, हमारे सीनियर से बात हुई है। हमारे स्टाफ को बुलाया गया है अभी इस आपात स्थिति में? अभी बहुत सारे स्टाफ को मैं नंबर नहीं बता सकता, बहुत सारे स्टाफ को बुलाया गया और हम सबको अलर्ट पे रखा गया कि कभी भी आपको कॉल आ सकता है और आपको उस हिसाब से रेडी रहना है। कितने घायल हैं बता सकते हो? घायल तो यहाँ पे 30 से ज्यादा ही है, बाकी अभी देखते हैं कितना क्या चल रहा है। ये मैं 10 के ऊपर है, बाकी अभी मैं पता 10 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് LNGP ആശുപത്രിയിലെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടുത്തെ ഡോക്ടർ തന്നെയാണ് ഇക്കാര്യം വിശദീകരിച്ചത്. 10 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവാം, 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതും വളരെ ഗുരുതരമായ പരിക്ക് എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ എത്ര ഗൗരവമുള്ളതാണ്, എത്ര ഗുരുതരമാണ് ഈ സ്ഫോടനം എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് LNGP ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ. അങ്ങോട്ടാണ് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുവന്നിട്ടുള്ളത്. പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു, ശരീരമാസകലം പൊള്ളലേറ്റ നിലയിലാണ് കൂടുതൽ ആളുകളെയും കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം ശരീരാവശിഷ്ടങ്ങളും പലയിടത്തായി ചിതറിക്കിടക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. 10 പേരെങ്കിലും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിരീകരണം. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിച്ചിട്ടില്ല. ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളാണ്. ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരവും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്നു. ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന്. പതുക്കെ സഞ്ചരിച്ചു വരികയായിരുന്ന ഒരു കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളിലേക്ക് തീ പടർന്നു. പല വാഹനങ്ങളും പൊട്ടിത്തെറിക്കുന്നു. ഉഗ്ര ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്ത് വലിയ തിരക്കായിരുന്നു. 7 മണിക്കാണ് വലിയ തിരക്കുള്ള സമയം. മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത്, റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ് സ്ഫോടനം ഉണ്ടായത്. അതിനാൽ തന്നെ നിരവധി വാഹനങ്ങൾ സമീപത്തുണ്ടായിരുന്നു. യാത്രക്കാരെ എടുത്തുകൊണ്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ, ഒപ്പം മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ഒക്കെ ഉള്ള ഒരു സമയത്താണ്. കൂടുതലും ടാക്സി ഡ്രൈവർമാരാണ് ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നത്. അവരുടെ തൊട്ടടുത്താണ് ഈ സ്ഫോടനം നടന്നത് എന്ന് അവർ പറയുകയാണ്. നേരത്തെ സംസാരിച്ച പല ടാക്സി ഡ്രൈവർമാരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവരുടെ തൊട്ടടുത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. സംശയത്തിൽ ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തതാണെന്നും ആസൂത്രകരിൽ ഒരാൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുമാണ് ഡൽഹി പോലീസിൽ നിന്ന് കിട്ടുന്ന അനൗദ്യോഗികമായ വിവരങ്ങൾ. ഇതിനും ഒരു സ്ഥിരീകരണം ഡൽഹി പോലീസ് നൽകിയിട്ടില്ല. അതീവ സുരക്ഷാ മേഖലയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. മനു, എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? 10 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അതെ, ഏതായാലും 8 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. മൂന്നോളം ആളുകൾ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നു. മരണസംഖ്യ ഉയരുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അപ്പോൾ 2011 മുംബൈ ട്രിപ്പിൾ ബോംബ് ബ്ലാസ്റ്റിന് ശേഷം നടക്കുന്ന ഒരു വലിയൊരു സ്ഫോടനം ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് ഇതുപോലെ ഒരു നവംബറിൽ ആണ് ആ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത്രയും കാലത്തിന് ശേഷമാണ് ഡൽഹിയിൽ സമാനമായ രീതിയിലൊരു വലിയ ഒരു ഹൈക്കോർട്ട് ബോംബ് ബ്ലാസ്റ്റിന് ശേഷം ഡൽഹിയിൽ ഒരു 14 വർഷത്തിന് ശേഷമാണ് ഒരു വലിയ ഒരു സ്ഫോടനം നടക്കുന്നത്. ഏതായാലും ജമ്മു കശ്മീർ പൗരനാണോ പിടിയിലായിട്ടുള്ളത് എന്ന സംശയങ്ങൾ വരുന്നു. IED ആണ് ഉപയോഗിച്ചത് എന്നൊരു സംശയം വരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടത്തുന്ന പ്രധാനമായും അമോണിയം നൈട്രേറ്റിൻ്റെ സാമ്പിൾ, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ നിന്ന് അത് ഉപയോഗിച്ചതിൻ്റെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നു. അപ്പോൾ അത് പ്രധാനമായും നമുക്കറിയാം, ഈ അമോണിയം നൈട്രേറ്റ് ഓക്സിഡൈസർ ഫ്യൂവൽ ഓയിലുമായി ചേരുമ്പോൾ അത് വലിയ സ്ഫോടനം സൃഷ്ടിക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഡീസലുമായി ചേരുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും അതിൽ ഉണ്ടോ എന്ന ഒരു പരിശോധന ഫോറൻസിക് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തുന്നു. ജമ്മു കശ്മീർ പോലീസും വളരെ ഹൈ അലേർട്ടിൽ ആയിരിക്കുന്നു. ഡൽഹി പോലീസ് നിർദ്ദേശിച്ചനുസരിച്ച് ജമ്മു കശ്മീർ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു.